സ്റ്റാറ്റിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണല്ലേ. എങ്ങനെ മനസ്സിലായി? സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ. അപ്പോൾ സിഗ്മ മാക്സിനകത്ത് വരൂല എന്നല്ല, ഉണ്ട്. പക്ഷെ അതിന് കൂടുതലും സിഗ്മ കാണുന്നത് നമ്മൾ സ്റ്റാറ്റിക് അകത്തല്ലേ. സോ നമുക്ക് ക്വസ്റ്റൻ മീനിങ് നോക്കിയിട്ട് എന്താ കാണാൻ പറഞ്ഞതെന്നുള്ളത് നോക്കിയിട്ട് ഓക്കെ. സോ ടേക്ക് 200 and 150 റെസ്പെക്ട്ലി ആസ് ദ അസ്യൂംഡ് മീൻ ഫോർ എക്സ് ആൻഡ് വൈ സീരീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. സോ അസ്യൂംഡ് മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എക്സ് ബാർ എന്നും ഇതിനെ നമുക്ക് വൈ ബാർ എന്നും വിളിക്കാം. സോ പെർഫെക്റ്റ്ലി എക്സ് ബാർ വൈ ബാർ അല്ല, അസ്യൂംഡ് മീൻ. ഓക്കെ ആണല്ലോ. ഫോർ 11 വാല്യൂ. ഓക്കെ. സോ എന്നിന്റെ വാല്യൂ കിട്ടി, n 11 ആണ്. ഡി എക്സ് എന്ന് പറയുമ്പോൾ ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ആണ് അവർ. ഓക്കെ ആണല്ലോ. സോ ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ, ദാറ്റ് ഈസ് എക്സ് മൈനസ് 200. ഡി വൈ എന്ന് ഉദ്ദേശിക്കുന്നത്, സോ ഈ ഡി എക്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആണ് കേട്ടോ. ഡി വൈ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് വൈ മൈനസ് വൈ ബാർ ആണ്. സോ നമുക്ക് സിഗ്മ ഡി എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ ഡി എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, സിഗ്മ ഡി വൈ തന്നിട്ടുണ്ട്, സിഗ്മ ഡി വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, സിഗ്മ ഡി എക്സ് ഡി വൈ തന്നിട്ടുണ്ട്. അറ്റ് വാല്യൂ ഓഫ് ആർ. ആർ എന്ന് പറഞ്ഞാൽ ആരാ? കോറിലേഷൻ കോഎഫിഷ്യന്റ് അല്ലേ. സോ കോറിലേഷൻ കോഎഫിഷ്യന്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. ആറ് കാണാൻ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. കാൽപിയസിന്റെ അല്ലെ, കാൽപിയസിന്റെ പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ ഈക്വൽ ടു കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, വേറൊരു ഫോർമുലയില്ലേ. ഏതാ? കുറച്ചൊരു വലിയ എന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ് ആ ഫോർമുല? നമ്മൾ ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ. ആർ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ അല്ലേ. പക്ഷേ ഈ ഡാറ്റാസ് ഒന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. നിങ്ങളൊരു വിഷയമാക്കണ്ട, എന്ത് ചെയ്താൽ മതി? ഈ സിഗ്മ ഡി എക്സ് ഡി വൈ ഇല്ലേ, ഇതിനെ നിങ്ങൾ സിഗ്മ എക്സ് വൈ എന്നായിട്ട് കൺസിഡർ ചെയ്താൽ മതി. എക്സ് ഡി എക്സ് സെയിം ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി, സെയിം ആൻസർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സിഗ്മ ഡി വൈയോ അതിനെ നിങ്ങൾ സിഗ്മ വൈ എന്ന് കൺസിഡർ ചെയ്തോ. അപ്പോൾ ഈ സിഗ്മ ഡി വൈ സ്ക്വയറോ അതിനെ സിഗ്മ വൈ സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്തോ. ഓക്കെ. അപ്പോൾ ഈ സിഗ്മ ഡി എക്സ് സ്ക്വയറോ അതിനെ നിങ്ങൾ സിഗ്മ എക്സ് സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്തോ. അപ്പോൾ ഈ സിഗ്മ ഡി എക്സോ സിഗ്മ എക്സ് എന്ന് കൺസിഡർ ചെയ്തോ. കിട്ടിയില്ലേ? ആ വാല്യൂസ് എടുത്തിട്ട് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 11 എന്ന് കൊടുത്തു. 11 ഇൻറ്റു സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ആര്? 3943 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ 13 ഇൻറ്റു സിഗ്മ വൈ എന്ന് പറയുമ്പോൾ 42 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സോ n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ അല്ലേ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് സിഗ്മ എക്സ് സ്ക്വയർ 2667 മൈനസ് സിഗ്മ എക്സിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് 13 ആണ്, അപ്പോൾ അവിടെ 13ന്റെ സ്ക്വയർ വരും. ഓക്കെ. ഇൻറ്റു റൂട്ട് ഓഫ് സെക്കൻഡ് 11 ഇൻറ്റു n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് 6964. ഓക്കെ. മൈനസ് സിഗ്മ വൈയുടെ ഹോൾ സ്ക്വയർ. സിഗ്മ വൈയുടെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 42ന്റെ സ്ക്വയർ വരും. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. ഇതെങ്ങനെ നമ്മൾ ചെയ്യാം? സോ കാൽക്കുലേറ്റർ എടുക്കുക, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ. സോ അതിന് ഞാൻ ന്യൂമറേറ്റർ ചെയ്യുവാണ്. സോ ന്യൂമറേറ്റർ ചെയ്യുന്ന സമയത്ത് 11 ഇൻറ്റു 3943 ഞാൻ അതിനെ എം പ്ലസ് ചെയ്ത് അതിനെ മെമ്മറിയിലോട്ട് മാറ്റി. 13 ഇൻറ്റു 42 ഓക്കെ ആണല്ലോ. അതിനെ ഞാൻ എം മൈനസ് ചെയ്ത്, അപ്പോൾ എനിക്ക് എം ആർ സി എടുക്കുമ്പോൾ കിട്ടുന്നത് 42,827, അതായത് 42,827 ആണ് മുകളിൽ കിട്ടുന്നത്. സോ ഡിവൈഡഡ് ബൈ, ഇനി താഴെയുള്ള റൂട്ടിനകത്തുള്ള ഞാൻ ചെയ്യുവാണ് 11 ഇൻറ്റു 2667. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? എം പ്ലസ് ചെയ്തു. 13 ഇൻറ്റു ഈക്വൽ ടു അടിച്ച് കഴിഞ്ഞാൽ 13ന്റെ സ്ക്വയർ കിട്ടും. എം മൈനസ് ചെയ്തു. എം ആർ സി അടിച്ചപ്പം എനിക്ക് കിട്ടിയത് ഓക്കെ. എന്നിട്ട് അതിനൊരു റൂട്ടും കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് 170.786 ഇൻറ്റു, ഇനി മറ്റൊന്നുകൂടെ ചെയ്യണം അല്ലേ ആ റൂട്ടിനകത്തുള്ളത്. ഓക്കെ. 11 ഇൻറ്റു 6964 ചെയ്തു, എം പ്ലസ് ചെയ്തു. ഇനി 42ന്റെ സ്ക്വയർ ഉണ്ടല്ലേ. സോ 42 ഇൻറ്റു ഈക്വൽ ടു അടിച്ചിട്ട് ഞാൻ എം മൈനസ് ചെയ്തു, എം ആർ സി കൊടുത്തു, റൂട്ട് കൊടുത്തു. 273.569 ഓക്കെ ആണല്ലോ. സോ ഇത് കാൽക്കുലേറ്ററിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 42,827 ഡിവൈഡഡ് ബൈ 170.786
ഡിവൈഡഡ് ബൈ 273.569 ഈക്വൽ ടു അടിച്ചപ്പം എനിക്ക് കിട്ടിയത് 0.9166. ഓക്കെ ആണല്ലോ, 0.9166. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 0.92 എന്ന് പറയുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ. ഓക്കെ, അത് പെർഫെക്റ്റ്ലി 0.92 തന്നെ കിട്ടും. കാരണം നമ്മളിവിടെ എടുത്ത സമയത്ത് ഫുൾ ഡെസിമൽസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ. നമ്മളിവിടെ എടുത്ത സമയത്ത് ഫുൾ ഡെസിമൽസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. സോ അത് കാൽക്കുലേറ്ററിൽ ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ M+ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെപ്പിൽ അങ്ങനെ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി അവിടെ ഒന്ന് കുറച്ച് എഴുതിയതാണ്. ഓക്കെ ആണല്ലോ. സോ ആൻസർ ഈസ് 0.92 ഓപ്ഷൻ C. മനസ്സിലായല്ലോ? ഈസിയാണ് അല്ലേ? സോ ബൈ.